എല്ലാവർക്കും അമ്മൂസ് അനീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഒരു പിടി ചെറുപയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അതിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ ചെറുപയറൊക്കെ ഇവിടെ മുളയൊക്കെ വന്നിട്ടുണ്ട്. അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. മുളയൊക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിലും മുള വന്നിട്ട് ഉണ്ട്. കണ്ടില്ലേ? അടിപൊളിയാണ്. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാട്ടോ. ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ വെള്ളമൊക്കെ നല്ല തുടച്ചെടുത്തു. ഇത് നമ്മളത് നല്ല മുളയൊക്കെ വന്നു. അപ്പോൾ അത് വേറെ പാത്രത്തിൽ ടിഷ്യൂ പേപ്പറും കൊണ്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതാ ഒരു ബേസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മുകളിലത്തെ ബേസിൽ ഞാൻ നിറയെ തുളയൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ നല്ല തുണിയൊക്കെ ഇട്ടിട്ട് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു ബേസ് ഇതുണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ബെഡ് പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട്. നമ്മൾ ആ വേര് ഭാഗം എടുക്കാത്തത് കൊണ്ട് തുണി എങ്ങനത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകൾ ഭാഗമല്ലേ നമ്മൾ മുറിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ആ മുള വന്ന ചെറുപയറൊക്കെ ഇങ്ങനെ നല്ല തിക്കായി ഇട്ട് കൊടുക്കുക. എന്നാലേ അത് നല്ലപോലെ വരുള്ളൂ. അല്ലെങ്കിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടൊക്കെ പോവും. നമുക്ക് നല്ലപോലെ അത് കിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഒന്നാം ദിവസത്തെ അതിൻ്റെ ഒരു രീതി. അങ്ങനെയൊക്കെ ഇട്ടു ഞാൻ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല മുള വന്നിരുന്നു. രണ്ടാം ദിവസം ആകുമ്പോഴേക്കും ആ ചെറുപയറിൻ്റെ ആ പച്ച കളർ പറ്റ പോയി വെറും വെള്ള കളർ കണ്ടോ. ഇത്തിരി ഇങ്ങനെ വേരൊക്കെ താഴ്ത്ത് ടിഷ്യൂ പേപ്പറിൽ പിടിച്ചു. മൂന്നാം ദിവസം ആകുമ്പോഴേക്കും ഇതാ നല്ല ഭംഗിയിൽ ഇലയൊക്കെ അങ്ങനെ വന്നു. ഇത് ഞാൻ ഉള്ളിൽ തന്നെയാണ് വെച്ച് ഉണ്ടാക്കിയെടുക്കണത്. ഇത് നമ്മൾ ടേബിളിലൊക്കെ വെച്ച് ഉണ്ടാക്കണ മൈക്രോ ഗ്രീൻ എന്നാണ് ഇതിന് പറയുക. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇട്ടതാണ്. ഇത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അതിൻ്റെ വളർച്ച. അതുകൊണ്ട് എന്തൊരു രസമാണെന്നറിയാം ഇത് കാണാൻ. നാലാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇത് അത്രയൊക്കെ ആയി. വേണമെങ്കിൽ ഈ സമയത്തൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് നല്ല വളരാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേഗം എടുക്കാം. ഞാനിത് ഒരു 5 ദിവസം 6 ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കാറുള്ളൂ. തണ്ട് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിഞ്ചാവും കൊണ്ട് കുഴപ്പമില്ല. അത് 5-ാം ദിവസം ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലപോലെ വളർന്നു. എടുക്കാനൊക്കെ ആയി. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു. 6-ാം ദിവസം ആകുമ്പോഴേക്കും ഇത് അടിയിലൊക്കെ നല്ല വേര് വന്ന് ഞാൻ ആ തുണി അങ്ങനെ മുറിച്ചെടുത്തു. ഇനി നമുക്ക് അടിയിൽ നിന്ന് അങ്ങനെ മുറിച്ചെടുക്കാം. ആ വേര് ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി. ഇത് നല്ലൊരു തോരൻ ഉണ്ടാക്കാനായിക്ക് അത്രയും നിറയെ ഉണ്ടായി വന്നു. അത് തിക്കായി ഇങ്ങനെ ഇടുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇങ്ങനെ നേരെ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ വെതറ് കാണിച്ചാൽ ഇതിങ്ങനെ ഇത്രയും സ്ട്രെയിറ്റായി ഇത്രയും ഭംഗിയിൽ വരില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.